ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. ലോജിക്കൽ റീസണിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ നമ്മൾ ആ ഡയഗ്രത്തിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടൊരു കോളമായിട്ട് ഇട്ടേക്കുന്നതാണ്. അപ്പം എ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ്? ഓൾ എസ് ആർ പി എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? യൂണിവേഴ്സലാണ്. യൂണിവേഴ്സൽ എന്ന് പറയാൻ കാരണം ഓൾ എല്ലാം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സലാണ്. ഇനി ക്വാണ്ടിറ്റി യൂണിവേഴ്സലാണ്. ക്വാളിറ്റി എന്താണ്? ഓൾ എസ് ആർ എന്നാണ് പറയുന്നത്, ആണെന്നാണ് പറയുന്നത്. സോ പോസിറ്റീവാണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സബ്ജക്റ്റിന് മാത്രമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾ എന്ന് പറയുന്ന സബ്ജക്റ്റിന് മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് അല്ലേ. ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുമ്പോൾ ഓള് മെന്നിന് മാത്രമാണ് ബാധകം അല്ലേ. ഓൾ മെൻ ആർ മോർട്ടൽ എന്നാണ്, എന്തല്ല ഓൾ മോർട്ടൽ ആർ മെൻ എന്ന് തിരിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ സബ്ജക്റ്റിന് മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഓൾ വരുമ്പോൾ. ഇനി അടുത്തത് എന്താണ്? ഇ ആണല്ലേ. ഇ എന്താണ്? നോ എസ് ആർ പി. എഗെയിൻ യൂണിവേഴ്സലാണ്. ഒരു എസ്സും പി അല്ല, ഒരു എസ്സും അല്ലേ. അപ്പോൾ എല്ലാത്തിനെയും ചേർത്താ പറയുന്നത്. എഗെയിൻ യൂണിവേഴ്സലാണ്. ഇനി അല്ല എന്നാ പറയുന്നത്. സോ എന്തായിരിക്കും? നെഗറ്റീവാണ്. ഇനി ഡിസ്ട്രിബ്യൂഷനോ? സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റിനും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ. നോ എന്ന് പറയുന്നത് നോ എസ് ആർ പി എന്ന് പറയുന്നതും നോ പി ആർ എസ് എന്ന് പറയുന്നതും സെയിം ആണ്, തിരിച്ച് പറയാം. അപ്പോൾ അതെന്താണ്? സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റിനും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഐ ആണ്. സം എസ് ആർ പി. ചില എസ്സുകൾ പി ആണ്. അപ്പോൾ അത് പെർട്ടിക്കുലർ ആണ്. ചിലതെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ, എല്ലാം എന്ന് പറയുന്നില്ല. സോ പെർട്ടിക്കുലർ ആണ്. ഇനി ആണെന്നാണ് പറയുന്നത്. സോ എന്താണ്? പോസിറ്റീവാണ്. ഇനി ഇവിടെ രണ്ടിനും ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, അതായത് രണ്ടു പേർക്കും ഫുള്ള് കിട്ടുന്നില്ല അല്ലേ. സം എസ് ആർ പി എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും ഫുൾ സർക്കിൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ സബ്ജക്റ്റിനും ഇല്ല പ്രെഡിക്കേറ്റിനും ഇല്ല. അപ്പോഴും നമുക്ക് എന്ത് പറയാം? തിരിച്ച് പറയാം. രണ്ടു പേർക്കും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിലും രണ്ട് പേർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിലും തിരിച്ച് പറയാം. അപ്പോൾ തിരിച്ച് പറയാൻ പറ്റുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? നോയും സമ്മും ആണ് അല്ലേ. നോ എസ് ആർ പി ഇസ് ഈക്വൽ ടു നോ പി ആർ എസ്. സം എസ് ആർ പി ഇസ് ഈക്വൽ ടു സം പി ആർ എസ്. അപ്പോൾ ലോജിക്കൽ ഈക്വലൻ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ നമുക്ക് ഇത് പറയാൻ പറ്റും. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അതായത് നോയും സമ്മും വന്നു കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞാലും അതേ മീനിങ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ഓ ആണ്. ഓ എന്താണ്? സം എസ് ആർ നോട്ട് പി. എഗെയിൻ ഇതും എന്താണ്? പെർട്ടിക്കുലർ ആണ്. ഇത് നോട്ട് ഉള്ളത് കൊണ്ട് എന്താണ്? നെഗറ്റീവാണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഏതിന് മാത്രമാണ്? പ്രെഡിക്കേറ്റിന് മാത്രമാണ് അല്ലേ. പീനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഫുൾ സർക്കിളായിട്ട് പുറത്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഏതിന് മാത്രമാണ്? പ്രെഡിക്കേറ്റിന് മാത്രമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തേക്കുന്ന ഒരു കോളം. നമ്മൾ നേരത്തെ പഠിച്ച ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ഡയഗ്രത്തിൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമാണ് ഇപ്പോൾ ഈ കോളമായിട്ട് തന്നേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് നമ്മൾ നമ്മൾ റിസർച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് റീസണിങ്ങിലേക്ക് വരുമ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഷെർലോക്ക് സ്റ്റൈൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. കോജൻ്റ് ആർഗ്യുമെൻറ്റ്, സൗണ്ട് ആർഗ്യുമെൻറ്റ്, ഈ രണ്ട് ടേം ഉണ്ട്. അപ്പോൾ ഈ കോജൻ്റ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? ഇൻഡക്റ്റീവിൽ വരുന്നതാണ്. അതായത് നമ്മുടെ റീസണിങ് ഇൻഡക്റ്റീവ് ആണെങ്കിൽ, ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകുന്ന ഒരു ആർഗ്യുമെൻ്റ് ആണെങ്കിൽ അതിനകത്ത് ഇഫ് ഇറ്റ് ഹാസ് ഓൾ ടു പ്രിമൈസസ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ കോജൻ്റ് ആർഗ്യുമെൻറ്റ്. അതായത് ഒരു ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ എല്ലാ പ്രിമൈസുകളും ട്രൂ ആണെങ്കിൽ ആ ആർഗ്യുമെൻറ്റിനെ നമ്മൾ കോജൻ്റ് ആർഗ്യുമെൻ്റ് എന്നാണ് പറയുക. അപ്പോൾ കോജൻ്റ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടത് അത് ഇൻഡക്റ്റീവ് റീസണിങ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ കോജൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവാണ്. ഇൻഡിക്കോ എന്നോർത്താലും മതി. ഇൻഡക്റ്റീവ് കോജൻ്റ്, ഇൻഡിക്കോ. ഓക്കെ, ഒരു കോഡായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങിലെ എല്ലാ പ്രിമൈസും ട്രൂ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോജൻ്റ് ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കും. ഇനി ഡിഡക്റ്റീവ് റീസണിങ്ങിനെ നമ്മൾ അരിസ്റ്റോട്ടേലിയൻ സ്റ്റൈൽ എന്ന് പറയും, അല്ലെങ്കിൽ അരിസ്റ്റോട്ടൽ സ്റ്റൈൽ. ഇവിടെ എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ദാറ്റ് ഹാസ് ഓൾ ട്രൂ പ്രിമൈസസ്. ഇനി ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിലെ പ്രിമൈസുകൾ രണ്ടും ട്രൂ ആണെങ്കിൽ നമ്മൾ ആ ആർഗ്യുമെൻറ്റിനെ സൗണ്ട് ആർഗ്യുമെൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് നമ്മുടെ രണ്ട് പ്രിമൈസും ട്രൂ ആണ്, ഡിഡക്റ്റീവ് റീസൺ ആണെങ്കിൽ നമ്മൾ അതിനെ സൗണ്ട് ആർഗ്യുമെൻ്റ് എന്ന് വിളിക്കും. നമ്മുടെ രണ്ട് പ്രിമൈസും ട്രൂ ആണ്, അത് ഇൻഡക്റ്റീവ് റീസൺ ആണെങ്കിൽ നമ്മൾ അതിനെ കോജൻ്റ് ആർഗ്യുമെൻ്റ് എന്നും വിളിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി നമ്മൾ പ്രപ്പോസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എന്താണ് പ്രപ്പോസിഷൻ? ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ പ്രപ്പോസിഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷനാണ്. അപ്പോൾ പല തരത്തിലുള്ള പ്രപ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്രപ്പോസിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫസ്റ്റ് ഈസ് എക്സെപ്റ്റീവ് പ്രപ്പോസിഷൻ. അതായത് ഒരു എക്സെപ്ഷൻ ഒക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ആ ഉദാഹരണം പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. അപ്പോൾ നോക്കി, ഓൾ ജൂറി എക്സെപ്റ്റ് ടു കണ്ടം ദ പ്രിസണർ. അതായത് എല്ലാ ജൂറിയും 2 പേരൊഴികെ എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും എക്സെപ്ഷൻ പറയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രപ്പോസിഷനെ നമ്മൾ എക്സെപ്റ്റീവ് പ്രപ്പോസിഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഹോൾ സബ്ജക്റ്റിനെ പറഞ്ഞിട്ട് ഇവർ 2 പേരും ഒഴികെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്ത് പ്രപ്പോസിഷൻ ആയിരിക്കും? എക്സെപ്റ്റീവ് പ്രപ്പോസിഷൻ ആയിരിക്കും. വെരി സിമ്പിൾ. ദ വിക്കഡ് എലോൺ ആർ ഹാപ്പി. വിക്കഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഹാപ്പി ആയിട്ടുള്ളത്, ബാക്കിയുള്ളവരൊന്നുമല്ല എന്നുള്ള അർത്ഥത്തിൽ, അല്ലേ? അപ്പോൾ അവിടെയും എക്സെപ്ഷൻ പറയുകയാണ്. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രപ്പോസിഷൻ, എക്സെപ്റ്റീവ്, എക്സെപ്ഷൻ എന്ന് ഓർക്കുക. രണ്ടാമത്തത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനാണ്. നമ്മുടെ അരിസ്റ്റോട്ടേലിയൻ സിലോജിസം അല്ലേ, അതിൻ്റെ മറ്റൊരു പേരാണല്ലോ കാറ്റഗോറിക്കൽ. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും? ഓള്, നോ, സം നോട്ട്. ഇത് ഏത് പ്രപ്പോസിഷൻ ഉദാഹരണമാണ്? കാറ്റഗോറിക്കൽ പ്രപ്പോസിഷന് ഉദാഹരണമാണ്. ഓൾ, നോ, സം നോട്ട് ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ? ഓൾ ജൂറി എക്സെപ്റ്റ് എന്ന് പറയുമ്പോഴോ അത് കാറ്റഗോറിക്കൽ ആണോ? അല്ല, അവിടെ ഒരു എക്സെപ്ഷൻ വന്നു. അപ്പോൾ അതെന്തായിരിക്കും? എക്സെപ്റ്റീവ് പ്രപ്പോസിഷൻ. ഇപ്പോൾ 2 തരം പ്രപ്പോസിഷൻസ് നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ പ്രപ്പോസിഷനാണ് ജനറൽ പ്രപ്പോസിഷൻ. ജനറൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിലെ ഓൾ എന്ന് വരുന്ന സെൻറ്റൻസിനെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് വിളിക്കുന്ന പേരാണ് ജനറൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ മാത്തമെറ്റീഷ്യൻസ് ആർ സ്കിൽഡ് ലൊജീഷ്യൻ. അപ്പം ജനറൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിലെ ഓൾ മാത്രം, അതിനെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ജനറൽ എന്ന് വിളിക്കും. ഓക്കെ, നാലാമത്തെ ടൈപ്പ് നോക്കാം, കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, ഒരു സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റും. പക്ഷെ അതല്ലാണ്ട് കുറച്ച് കോമ്പൗണ്ട് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്നാണ് വിളിക്കുക. അതായത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർത്തിട്ടൊക്കെ ആയിരിക്കും അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുമ്പോൾ മെന്നും മോർട്ടലും മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ വരുമ്പോൾ അതിനകത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർത്ത് വെച്ചിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഐസ് ഈസ് സോളിഡ് ആൻഡ് വാട്ടർ ഈസ് ലിക്വിഡ്. കണ്ടോ, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർത്ത് വെച്ചേക്കുന്നതാണ്. ഇഫ് ദ വാർ ഈസ് ഡിക്ലെയർഡ് ദെൻ പെട്രോൾ പ്രൈസസ് വിൽ ഗോ അപ്പ്. 2 സ്റ്റേറ്റ്മെൻറ്റുകളെ ചേർത്ത് പറയുവാണെങ്കിൽ നമുക്കതിന് എന്ത് വിളിക്കാം? കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് വിളിക്കാം. ഇതാണ് ടൈപ്സ് ഓഫ് പ്രപ്പോസിഷൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കൽ ഇക്വലൻസി, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് ലോജിക്കൽ ഇക്വലൻസി. ഈ സംഭവം ഇതേ പാറ്റേണിൽ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഷ്യൂരിറ്റിയാണ്. ഈ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് പേപ്പർ 1-ൽ 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ലോജിക്കൽ ഇക്വലൻസി എന്ന് പറയുന്നത്, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് തരുവാണ്, ആ സ്റ്റേറ്റ്മെൻറ്റിന് സമാനമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോ എസ് ഈസ് പി. ഇതിന് സമാനമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? നോ പി ഈസ് എസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോ എസ് ഈസ് പി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? നോ പി ഈസ് എസ്. ഒരു മാനും വുമൺ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വുമണും മാനും അല്ല, അല്ലേ? അപ്പോൾ അതെന്താണ്? ലോജിക്കൽ ഇക്വലൻസിയുടെ ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിൽ ലോജിക്കലി ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടെത്താൻ പറയും. അപ്പോൾ അതിനൊരു ടെക്നീക്ക് ഉണ്ട്, 3 ടെക്നീക്ക് ഉണ്ട്. ആ 3 ടെക്നീക്ക് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലോജിക്കൽ ഇക്വലൻ്റ് കണ്ടെത്താൻ അതിൻ്റെ കൺവേഴ്സ് എടുക്കാം, അതിൻ്റെ ഒബ്വേഴ്സ് എടുക്കാം, അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എടുക്കാം. ഇനി അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതാണ് അടുത്ത സ്ലൈഡിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പം നിങ്ങളടുത്ത് ഓൾ എസ് ഈസ് പി എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. എന്നിട്ട് നിങ്ങളടുത്ത് പറയാണ് ഇതിൻ്റെ ലോജിക്കലി ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺവേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. കൺവേഴ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, അതിനെ തിരിച്ചിടുക, സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തിരിച്ചിടുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഓൾ എസ് ഈസ് പി എന്നതിനെ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല. കാരണം ഡിസ്ട്രിബ്യൂഷൻ സബ്ജക്റ്റിന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ, സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും ഇവിടെ തിരിച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഓൾ വെച്ചിട്ട് തിരിച്ചിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓൾ എസ് ഈസ് പി ഈസ് ഈക്വൽ ടു സം പി ഈസ് എസ് അല്ലേ.
എല്ലാ എസ്സും പി ആണെന്ന് പറയുമ്പോൾ എല്ലാ പിയും എസ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില പികൾ എസ് ആണല്ലോ, അല്ലേ? എല്ലാ എസ്സും പി ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചില പികൾ എസ് ആണ്. അപ്പോൾ ഓൾ എസ് ഈസ് പിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സം പി ഈസ് എസ്. ഒരിക്കലും ഓൾ പി ഈസ് എസ് ലോജിക്കലി ഈക്വലൻ്റ് അല്ല. അപ്പോൾ ഒരു മെത്തേഡ് എന്താണ്? അതിൻ്റെ കൺവേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ എസ് ഈസ് പിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളത് എന്താണ്? അതിൻ്റെ കൺവേഴ്സായ സം പി ഈസ് എസ്. ഇനി നോ എസ് ഈസ് പി നമുക്ക് ധൈര്യമായിട്ട് തിരിച്ചിടാം. അപ്പോൾ അതിന് ലോജിക്കലി ഈക്വലൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ കൺവേഴ്സായ നോ പി ഈസ് എസ് ആണ്. അത് തർക്കമില്ല. സം എസ് ഈസ് പി അത് നമുക്ക് തിരിച്ചിടാം, അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സം പി ഈസ് എസ് എന്നുള്ളത് അതിൻ്റെ ലോജിക്കലി ഈക്വലൻ്റ് ആണ്. അതിൻ്റെ കൺവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഇനി സം എസ് ഈസ് നോട്ട് പി ഒ, അതിൻ്റെ കൺവേഴ്സ് എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്താണ്? അതിന് കൺവേഴ്സ് എടുത്തിട്ട് നമുക്ക് ലോജിക്കലി ഈക്വലൻ്റ് എഴുതാൻ പറ്റില്ല. അതായത് സം പി ഈസ് നോട്ട് എസ് എന്നുള്ളത് അതിന് ലോജിക്കലി ഈക്വലൻ്റ് അല്ല. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റുകളുടെ കൺവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് ലോജിക്കലി ഈക്വലൻ്റ് കിട്ടും. ഓളാണെങ്കിൽ സം ഇട്ടിട്ട് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിടുക. നോയാണെങ്കിലോ വെറുതെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിടുക. സം ആണെങ്കിലോ വെറുതെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നാലും ഈ രീതിയിൽ നമുക്കതിൻ്റെ ലോജിക്കൽ ഈക്വലൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എളുപ്പമാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് ഓള് തന്നാൽ അതിൻ്റെ കൺവേഴ്സായ സം പി ഈസ് എസ് ലോജിക്കൽ ഈക്വലൻ്റ് ആയിരിക്കും. നോ തന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലോജിക്കൽ ഈക്വലൻ്റ് ആയിരിക്കും. സം തന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചിട്ട് കഴിഞ്ഞാൽ ലോജിക്കൽ ഈക്വലൻ്റ് കിട്ടും. ഇത്രയാണ് ഒരു മെത്തേഡ്. ഓക്കെ, ഇതൊരു സാധ്യതയാണ്. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്വേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. ഒബ്വേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം കൺവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞു. ഇനി എന്താണ്? ഒബ്വേഴ്സ് എടുക്കുക. ഒബ്വേഴ്സ് എടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഓൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. അതിൻ്റെ ക്വാളിറ്റി ഓപ്പോസിറ്റ് എടുക്കുക. ഓൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓപ്പോസിറ്റ് എന്താണ്? നോ. എന്നിട്ട് പ്രെഡിക്കേറ്റിൻ്റെ മുമ്പിൽ ഒരു നോൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് പ്രെഡിക്കേറ്റിൻ്റെ മുൻപിൽ നോൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ മെത്തേഡ്. അപ്പോൾ ഓൾ എസ് ആർ പി എന്നതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓളിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, നോ. പിയുടെ മുമ്പിൽ നോൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ എസ് ഈസ് പിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്നെന്താണ്? സം പി ഈസ് എസ്, അത് അതിൻ്റെ കൺവേഴ്സ്. രണ്ടാമത്തത് എന്താണ്? ഓളിൻ്റെ പകരം നോ എന്ന് എഴുതുക, പിയുടെ മുൻപിൽ നോൺ ആഡ് ചെയ്യുക. അപ്പോൾ നോ നോൺ എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്തായി? ഓളായി, അല്ലേ? നോ നോൺ എന്ന് വന്നു കഴിഞ്ഞാൽ 2 നെഗറ്റീവ് വന്നു, ക്യാൻസൽ ചെയ്തു. അപ്പോൾ പി ഈസ് എസ് എന്ന് വന്നു, അതായത് ഓൾ എസ് ഈസ് പി എന്ന് വന്നു. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഓളിൻ്റെ 2 ലോജിക്കൽ ഇക്വലൻ്റ് നമ്മളിപ്പോൾ പഠിച്ചു. ഒന്നെന്താണ്? സം പി ഈസ് എസും, ഒന്ന് നോ എസ് ഇസ് നോൺ പി. സിമ്പിൾ അല്ലേ? ഇനി നോ എസ് ആർ നോൺ പി, അതിൻ്റെ ലോജിക്കൽ ഇക്വലൻ്റ് നോയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഓള്. പിയുടെ മുൻപിൽ നോൺ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോ എസ് ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 ലോജിക്കൽ ഇക്വലൻ്റ്. ഒന്നെന്താണ്? നോ എസ് ആർ പി എന്ന് പറയുന്നിടത്ത് നോ പി ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. അതുപോലെ ഓൾ എസ് ആർ നോൺ പി. ക്ലിയർ ആണല്ലോ? ഈ കോളം കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 മാർക്ക് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. ഇനി സം എസ് ആർ പി, സമ്മിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സം നോട്ട്. സം നോട്ട് എഴുതി പിയുടെ മുൻപിൽ നോൺ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? സം എസ് ആർ നോട്ട് നോൺ പി. നോട്ടും നോണും വന്നു കഴിഞ്ഞാൽ 2 ക്യാൻസലായി. അപ്പോൾ എന്ത് തന്നെയായി? സം എസ് ആർ പി. അത് തന്നെയല്ലേ സം എസ് ആർ പി, അല്ലേ? അപ്പോൾ സം എസ് ആർ പിയുടെ 2 ലോജിക്കൽ ഇക്വലൻ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്നെന്താണ്? സം എസ് ആർ പി എന്നുള്ളത് സം പി ആർ എസ്, അല്ലേ? തിരിച്ചു പറയാം. രണ്ടാമത്തെ അതിൻ്റെ ഒബ്വേഴ്സ് എടുക്കുന്നത്. ഒബ്വേഴ്സ് എടുക്കുമ്പോൾ എന്താണ്? സം എസ് ആർ നോട്ട് നോൺ പി. ഇനി സം എസ് ആർ നോട്ട് പി ഒ, സം നോട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സമ്മ്. സമ്മെന്ന് എഴുതി പിയുടെ മുൻപിൽ നോൺ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? സം എസ് ആർ നോൺ പി. അത് തന്നെയല്ലേ സം എസ് ആർ നോട്ട് പി. അപ്പോൾ സം എസ് ആർ നോട്ട് പിക്ക് ലോജിക്കൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്ര നേരമായിട്ട് നമ്മൾ പഠിച്ചോളൂ. അതെന്താണ്? സം എസ് ആർ നോൺ പി. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്തത് ഇതിങ്ങനെ തന്നെ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. കോൺട്രാപോസിറ്റീവ് എഴുതാൻ ഒരു സെൻറ്റൻസിൻ്റെ കോൺട്രാപോസിറ്റീവ്. ഒരു സെൻറ്റൻസിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതാൻ എളുപ്പമാണ്. എന്ത് ചെയ്യണം? സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തിരിച്ചിടണം. 2ൻ്റെ മുൻപിൽ നോൺ ആഡ് ചെയ്ത് കൊടുക്കണം.
ഓളിനും സമ്മിനും മാത്രമേ കോൺട്രാപോസിറ്റീവ് ഉള്ളൂ. ഓക്കെ, ഓളിനും സമ്മിനും മാത്രമേ കോൺട്രാപോസിറ്റീവ് ഉള്ളൂ. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോൺട്രാപോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓൾ മെൻ ആർ മോർട്ടൽ? സിമ്പിളാണ്. സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തിരിച്ചിടുക, രണ്ടിൻ്റെ മുൻപിൽ നോൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾ എസ് ആർ പിയുടെ കോൺട്രാപോസിറ്റീവ് എന്താണ്? ഓൾ നോൺ പി ആർ നോൺ എസ്. സം എസ് ആർ പിയുടെ കോൺട്രാപോസിറ്റീവ് എന്താണ്? സം നോൺ പി ആർ നോൺ എസ്. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതാൻ എന്താണ്? സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റിനെ തിരിച്ചിടുക, രണ്ടിൻ്റെ കോംപ്ലിമെൻ്ററി എടുക്കുക. കോംപ്ലിമെൻ്ററി എടുക്കുക എന്ന് പറയുമ്പോൾ നോൺ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സിമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് ലോജിക്കലി ഈക്വലൻ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി ലോജിക്കലി ഈക്വലൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ PYQ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. സിമ്പിളാണ്. ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് വെരി സിമ്പിളാണ്. പക്ഷേ പലരും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഫാലസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലോജിക്കൽ റീസണിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് കൺക്ലൂഷനിലേക്കൊക്കെ എത്താൻ നോക്കുന്നുണ്ട്. അതാണല്ലോ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ തെറ്റ് വരാം. അങ്ങനെ തെറ്റ് വരുവാണെങ്കിൽ നമ്മളതിനെ ഫാലസി എന്നാണ് വിളിക്കുക. അതായത് നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ സെൻറ്റൻസുകളെ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് അതിനകത്ത് മിസ്റ്റേക്കുകൾ വരാം. അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഫാലസി എന്ന് വിളിക്കും. അപ്പോൾ ഫാലസി എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൊപ്പോസിഷനിൽ ഉണ്ടാവുന്ന എററാണ് ഫാലസി എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന പ്രൊപ്പോസിഷനിലെ എററുകളെയാണ് ഫാലസി എന്ന് പറയാം. ഓക്കെ, രണ്ട് തരം ഫാലസികളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഫോമൽ ഫാലസിയും ഇൻഫോമൽ ഫാലസിയും. ഇനി നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ഇതിനകത്ത് ഏത് ഫാലസിയാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു ഏരിയ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഫോമൽ ഫാലസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇൻഫോമൽ ഫാലസി ഡിഡക്റ്റീവിലും ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റിലും സംഭവിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഫോമൽ ഫാലസി ഡിഡക്റ്റീവിലും ഇൻഡക്റ്റീവിലും ഇൻഫോമൽ ഫാലസി വന്നേക്കാം. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻഫോമൽ ഫാലസിയാണ് ആഡ് ഹോമിനം. ആഡ് ഹോമിനം. ആഡ് ഹോമിനം എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്കാണ്. അതായത് ഇപ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ പറയാണ്, അത് ഇന്ന ആളാ പറഞ്ഞത്, അയാളെ കണ്ടാൽ തന്നെ അറിയാം, പിന്നെ എങ്ങനെ അയാൾ പറയുന്നത് വിശ്വസിക്കുന്നത്? അവനാണോ പറഞ്ഞത്, അവൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കുക? ഇങ്ങനെയുള്ള പേഴ്സണൽ അറ്റാക്ക്. അവൻ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്, അപ്പോൾ അവൻ പറയുന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. അതൊരു ഫാലസിയാണ്. നമ്മൾ ഒരാളെ പേഴ്സണലി അയാൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാൾ പറയുന്ന കാര്യം ശരിയാണോ അത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. അപ്പം നമ്മൾ ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ അയാൾ പറയുന്ന ആർഗ്യുമെൻറ്റിനെ നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് എന്ത് ഫാലസിയാണ്? ആഡ് ഹോമിനം. ഹോമിനം, ഹോമോസേപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരാണ്. അപ്പോൾ പേഴ്സണൽ അറ്റാക്ക് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ദ പേഷ്യൻ്റ് ആർഗ്യൂസ് ദാറ്റ് there is no need for him to go on a diet because the doctor is also overweight. നമ്മൾ പറയാണ് ആ ഡോക്ടർ തന്നെ ഭയങ്കര ഓവർവെയ്റ്റ് ആണ്, പിന്നെ അയാൾ നമ്മളടുത്ത് ഡയറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മൾ എന്തിനാണ് കേൾക്കുന്നത്? ആദ്യം അയാൾ പോയിട്ട് അയാളുടെ വണ്ണം കുറയ്ക്കട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ഫാലസിയാണ്. കാരണം നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡോക്ടർ വണ്ണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ നമ്മളടുത്ത് ഡയറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളത് മുഖവിലേക്ക് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല അല്ലേ? സോ അവിടെ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ഫാലസി എന്താണ്? ആഡ് ഹോമിനം ഫാലസിയാണ്, പേഴ്സണൽ അറ്റാക്ക്. അപ്പം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് അയാൾ കണ്ടില്ലേ, ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നു, ഇയാൾ ആദ്യം പോയി അത് ചെയ്യട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആഡ് ഹോമിനം ആയിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫാലസിയാണ് സ്ട്രോമൻ ഫാലസി. സ്ട്രോമൻ ഫാലസി എന്ന് പറയുന്നത് ഒരാൾ കുറേ സ്ട്രോങ്ങർ ആർഗ്യുമെൻ്റ് പറഞ്ഞു, അതിനിടയിൽ അറിയാതെ അയാൾ ഒരു വീക്കർ ആർഗ്യുമെൻ്റ് പറഞ്ഞു. അപ്പോൾ അതിൽ കയറി പിടിക്കുന്നതിനെയാണ് സ്ട്രോമൻ ഫാലസി എന്ന് പറയുക. സ്ട്രോ എന്ന് പറഞ്ഞാൽ കച്ചിത്തിരുമ്പാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ ഓരോരോ ചർച്ച നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാൾ നന്നായിട്ട് സംസാരിക്കുക, ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ലിപ്പ് ഓഫ് ടങ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു അറിയാതെ ഒരു വീക്ക് ആർഗ്യുമെൻറ്റ് വന്ന് കണ്ടോ ഇപ്പോൾ അയാൾ കണ്ടില്ലേ, അതെങ്ങനെയാണത് ശരിയാവുന്നത്? അപ്പോൾ അയാൾ അത്രയും നേരം പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റുകളൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പറയും? അതെ ഇപ്പോൾ ഇയാൾ പറയുന്നത് കണ്ടില്ലേ, ഇയാൾ എന്ത് ബാലിശമായിട്ടാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾ ചർച്ചയങ്ങ് വഴിതിരിച്ചു വിടും അല്ലേ? അതൊരു ഫാലസിയാണ്. അയാൾ അതിന് മുന്നേ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്,
അപ്പോൾ അറിയാതെ ഒരു വീക്ക് ആർഗ്യുമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കയറി പിടിച്ച് പിന്നെ അതിനെ ചർച്ചയെ മുഴുവൻ അതിലേക്ക് മാറ്റി അയാൾ പറഞ്ഞ ആ സ്ട്രോങ് ആർഗ്യുമെൻറ്റിന് മുഴുവൻ റദ്ദ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ഫാലസി എന്താണ്? സ്ട്രോമൻ ഫാലസിയാണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ എ ഡിബേറ്റ് ഓൺ അബോളിഷിംഗ് ദി ഡെത്ത് പെനാൽറ്റി someone argues that someone who opposes the death penalty is in favor of letting murderer go free. ഇതൊക്കെ നമ്മൾ പറയാല്ലേ, ഡെത്ത് പെനാലിറ്റിയെ പറ്റിയിട്ടൊരു ചർച്ച നടക്കുവാണ്. അതായത് നമ്മൾ വധശിക്ഷയെ പറ്റി ചർച്ച നടക്കുവാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ് വധശിക്ഷ എന്താണ്, വധശിക്ഷ കൊടുക്കാൻ പാടില്ല, അതെന്താണ് ഒരു പൗരൻ്റെ അവകാശത്തിന് നിഷേധിക്കലാണെന്നൊക്കെ പറയുമ്പോൾ മറ്റേ ആൾ എന്ത് പറയാണ്? അപ്പം നിങ്ങളെന്താ പറയുന്നത്? ഒരാൾ മർഡർ ചെയ്തു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടണം എന്നാണോ പറയുന്നത്? ആ രീതിയിലേക്ക് അങ്ങ് ചർച്ച വഴിതിരിച്ചു വിടുന്നതിനെയാണ്, വഴിതിരിച്ചു വിടുകയല്ല, ചർച്ചയെ അതിൻ്റെ വീക്ക് ആർഗ്യുമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനെയാണ്, വഴിതിരിച്ചു വിടുന്നതല്ല കേട്ടോ, വഴിതിരിച്ചു വിടുന്ന വേറൊരു ഫാലസിയാണ്. ചർച്ചയെ എന്താണ് അതിൻ്റെ വീക്ക് ആർഗ്യുമെൻറ്റിൽ കൊണ്ടുപോയിട്ട് ഇടുന്നതിനെയാണ് നമ്മൾ സ്ട്രോമൻ ഫാലസി എന്ന് പറയുക. അതായത് അയാൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അല്ലേ, അയാൾ പറഞ്ഞ എന്താണ്, വധശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് പൗരൻ്റെ അവകാശത്തിൻ്റെ ലംഘനമാണ് എന്ന് പറയുമ്പോൾ മറ്റാൾ എന്താ പറയുന്നത്? അപ്പം നിങ്ങൾ എന്താ പറയുന്നത്? അപ്പം നിങ്ങൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ വെറുതെ നടക്കട്ടെ എന്നാണല്ലേ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞ് അങ്ങ് പോകുന്നത് എന്ത് ഫാലസിയാണ്? സ്ട്രോമൻ ഫാലസിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ബാക്കിയുള്ള ഫാലസികൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.